2024 മെക്സിക്കൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ പ്രധാന സ്ഥാനാർത്ഥികൾ വനിതകളാണ്. ചരിത്രത്തിൽ ഇടം നേടാൻ ഒരുങ്ങിയിരിക്കുകയാണ് മെക്സിക്കോ. ഏറെ വിജയസാധ്യതയുള്ള 2 വനിതാ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ അംഗത്തിനൊരുങ്ങുന്നത്. രണ്ടുപേരിൽ ആര് ജയിച്ചാലും മെക്സിക്കോയ്ക്ക് ലഭിക്കാൻ പോകുന്നത് രാജ്യത്തെ ആദ്യ വനിതാ രാഷ്ട്രപതിയെയാണ്. ഭരണപക്ഷമായ മൊറീന പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത് കാൽപ്പൻ മേയറായിരുന്ന ക്ലോഡിയ ഷെയിൻബോമാണ്. ഡെമോക്രാറ്റിക് റവല്യൂഷൻ പാർട്ടിയുടെ അംഗമായിരുന്ന ക്ലോഡിയ പിന്നീട് നിലവിലെ പ്രസിഡന്റായ ആൻഡ്രസ് ഒബ്രഡോർ 2014 ആരംഭിച്ച മൊറീന പാർട്ടിയുടെ ഭാഗമാവുകയായിരുന്നു. 2018 മൊറീന പാർട്ടി അധികാരത്തിൽ വരുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥി സോച്ചിറ്റിൽ ഗ്യാലസ് ആണ്. മിഗ്വൽ ഹിദാൽഗോ മേയറായിരുന്ന സോച്ചിറ്റിൽ മത്സരിക്കുന്നത് പ്രധാന പ്രതിപക്ഷമായ നാഷണൽ ആക്ഷൻ പാർട്ടിക്ക് വേണ്ടിയാണ്. എന്നാൽ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് അമേരിക്കയുമായുള്ള ബന്ധം സുഗമമാക്കുക എന്നത് തന്നെയാണ്. അയൽരാജ്യം എന്നതിലുപരി മെക്സിക്കോയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി കൂടിയാണ് അമേരിക്ക. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് നിരവധി ആളുകളാണ് പലായനം ചെയ്യുന്നത്. ഇക്കാര്യത്തിലും വേണ്ട പ്രതിവിധി സ്വീകരിക്കാൻ അമേരിക്ക മെക്സിക്കൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്നിൻ്റെ കുത്തൊഴുക്കാണ് മറ്റൊരു പ്രധാന വിഷയം. മെക്സിക്കോയിൽ നിന്നെത്തുന്ന മാരക മയക്കുമരുന്നുകൾ മൂലം നിരവധി മരണങ്ങളാണ് കുറച്ച് നാളുകളായി അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് US അധികൃതർ മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മികച്ച രീതിയിൽ രാജ്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് വരും പ്രസിഡന്റിനുള്ള പ്രധാന ചുമതല. 93 ലക്ഷം പൗരന്മാരാണ് വോട്ട് രേഖപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുന്നത്. രാഷ്ട്രപതി സ്ഥാനത്തിന് പുറമെ രാജ്യത്തെ 20,000 സ്ഥാനങ്ങളിലേക്കായി 70,000 മത്സരാർത്ഥികളാണ് തിരഞ്ഞെടുപ്പിനായി തയ്യാറെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.